എന്താണ് അക്ഷയ തൃതീയ? അന്നേ ദിവസം സ്വർണം വാങ്ങിച്ചാലുള്ള ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൂര്യനും ചന്ദ്രനും ഒരുപോലെ പ്രഭാവമുള്ള 3 ദിനങ്ങൾ പൗരാണികർ വളരെ വിശേഷമായി കരുതിപ്പോരുന്നു. സൂര്യനും ചന്ദ്രനും ഒരുപോലെ പ്രഭാവമുള്ള ദിവസമായതിനാൽ ഈ ദിനങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈശാഖ മാസം വേദങ്ങളിൽ മാധവമാസം എന്നാണ് അറിയപ്പെടുന്നത്. പുഷ്പങ്ങളും ഫലങ്ങളുമെല്ലാം നിറഞ്ഞിരിക്കുന്ന വസന്ത ഋതുവിലെ വൈശാഖ മാസം വെളുത്ത പക്ഷത്തിലെ തൃതീയയാണ് അക്ഷയ തൃതീയ. മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് വിശ്വസിച്ചു വരുന്ന പരശുരാമൻ ജനിച്ചത് ഈ ദിനത്തിലാണ്. ആയതിനാൽ ഈ ദിവസം പരശുരാമ ജയന്തിയായി ആചരിച്ചു വരുന്നു. പൗരാണികരുടെ വിശ്വാസപ്രകാരം ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ ദിനത്തിലാണെന്ന് കരുതപ്പെടുന്നു. മഹർഷി വ്യാദവ്യാസൻ മഹാഭാരതം എഴുതി തുടങ്ങിയതും ഈ നാളിലാണത്രേ. പഞ്ചപാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചതും ഈ നാളിലാണെന്ന് പറയപ്പെടുന്നു. അക്ഷയം എന്നാൽ ക്ഷയിക്കാത്തത്, നശിക്കാത്തത് എന്നർത്ഥം. ഏതൊരു കർമ്മം ചെയ്താലാണോ അക്ഷയമായ ധനം ലഭിക്കുക, അതിന് വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദിവസം. അക്ഷയ തൃതീയ ഭാരതത്തിലെ പല പൗരാണിക സമൂഹങ്ങളും അതിവിശേഷമായാണ് ഈ ദിവസത്തെ കരുതിയിരുന്നത്. അന്നേ ദിവസം ഏത് ദേവതയെയാണോ ഉപാസിക്കുന്നത് ആ ദേവതയുടെ മന്ത്രം, മുഖ്യമായും ഗായത്രി മന്ത്രം തന്നെ, നിരവധി തവണ ജപിക്കുന്നു. അക്ഷയ തൃതീയ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അക്ഷയ സന്താനങ്ങളും അക്ഷയ പുണ്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. ഏതൊരു വ്യക്തിയാണോ അക്ഷയ തൃതീയയുടെ അന്ന് ഉപവാസം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് അവർക്ക് രാജസൂയ യാഗം ചെയ്ത ഫലവും അന്ത്യത്തിൽ മഹാവിഷ്ണുവിന്റെ പ്രാപ്തിയും ഉണ്ടാകും. അക്ഷതം കൊണ്ട്, അതായത് ഉണക്കളരിയും നെല്ലും കൊണ്ട് ഭഗവാനെ പൂജിക്കുന്ന ദിനമായതിനാലാണ് ഈ തിഥിയെ അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അക്ഷയ തൃതീയയിൽ അക്ഷതയുക്തമായ ജലത്തിൽ സ്നാനം ചെയ്ത് മഹാവിഷ്ണു വിഗ്രഹത്തെ അക്ഷതം കൊണ്ട് ആരാധിച്ച് അക്ഷരത്തോടു കൂടി ശുദ്ധരും സദ്വൃത്തരുമായ ബ്രാഹ്മണർക്ക്, അതായത് ജ്ഞാനികൾക്ക് ദാനം നൽകുക. വിധിപ്രകാരം ഒരു തവണയെങ്കിലും അക്ഷയ തൃതീയ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് വർഷത്തിലെ സകല തൃതീയ വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം നേടുന്നുവെന്നാണ് വിശ്വാസം. സകല രസങ്ങളോടും കൂടിയ അന്നം, ജലകുംഭം, നാനാദി വിവിധ ഫലങ്ങൾ, ഗോക്കൾ, ഭൂമി, സ്വർണം, വസ്ത്രം എന്നിങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്തും അർഹരായവർക്ക് ദാനം ചെയ്യണം. ഈ തിഥിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ക്ഷയം സംഭവിക്കുകയില്ല. അതിനാൽ മുനിമാർ ഈ തിഥിയെ അക്ഷയ തൃതീയ എന്ന് പ്രകീർത്തിക്കുന്നു. അക്ഷയ തൃതീയയിൽ സ്വർണമോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ വാങ്ങുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നു. വീടുപണി, പുതിയ സംരംഭങ്ങൾ, വിവാഹം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ദിനം കൂടിയാണ് ഇത്.